നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. UAE മന്ത്രിസഭയിൽ സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദേശീയ നിർമ്മിത ബുദ്ധി സംവിധാനത്തെ UAE മന്ത്രിസഭയുടെ ഉപദേശക അംഗമായി പരിഗണിക്കുന്നതടക്കമുള്ള മാറ്റങ്ങളാണ് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത വർഷം ജനുവരി മുതലാണ് നിർമ്മിത ബുദ്ധി സംവിധാനം മന്ത്രിസഭയിൽ ഇടം പിടിക്കുക. അതോടൊപ്പം തന്നെ രാജ്യത്തെ വിദേശ വ്യാപാരം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക മന്ത്രാലയവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ റെക്കോർഡ് നേട്ടവുമായി UAE. കഴിഞ്ഞ വർഷം 4560 കോടി ഡോളറിന്റെ നിക്ഷേപവുമായി ലോകത്തിലെ 10 മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയതായി അധികൃതർ അറിയിച്ചു. മധ്യപൂർവ്വ ദേശങ്ങളിലെ മൊത്തം വിദേശ നിക്ഷേപത്തിന്റെ 55.6% UAEയിലാണ് എത്തിയത്. സൗദിയിലേക്കും മറ്റ് GCC രാജ്യങ്ങളിലേക്കുമുള്ള നിക്ഷേപം കുറഞ്ഞെങ്കിലും UAEയിലേക്കുള്ള നിക്ഷേപക ഒഴുക്ക് വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. സൗദി 1573 കോടി ഡോളർ, തുർക്കി 1059 കോടി, ഒമാൻ 868 കോടി എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുടെ വിദേശ നിക്ഷേപത്തോത്. ദുബായ് സമ്മർ സർപ്രൈസിന്റെ 28ാം പതിപ്പ് ഈ മാസം 27 മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കും. ദുബായിയുടെ വ്യാപാര മേഖലയെ ഉത്തേജിപ്പിക്കാൻ ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റാണ് 66 ദിവസത്തെ പരിപാടി നടത്തുന്നത്. 3000-ലേറെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള 800-ലേറെ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ മികച്ച വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. 50 ലക്ഷം ദിർഹത്തിന്റെ ഗ്രാൻഡ് പ്രൈസ്, ആഡംബര വാഹനങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, വൈദ്യുത ഉപകരണങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ സമ്മാനങ്ങളാണ് പുതിയ പതിപ്പിലുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 87 വിമാനങ്ങൾ റദ്ദാക്കി. UAEയിൽ നിന്ന് ആഴ്ചയിൽ 108 വിമാനങ്ങളാണ് സർവീസ് നടത്തിയിരുന്നത്. ഈ മാസം 30 വരെ കേരളത്തിലേക്ക് മാത്രം 40 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിനു ശേഷം വിമാനങ്ങൾ കർശന അറ്റകുറ്റപ്പണിക്ക് വിധേയമാക്കുന്നതിനാലാണ് സേവനം തടസ്സപ്പെടുത്തുന്നത് എന്നാണ് വിവരം. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ഇതേ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റു സെക്ടറുകളിലേക്കുള്ള വിമാനങ്ങളിൽ സീറ്റ് ലഭ്യതയ്ക്കനുസരിച്ച് യാത്ര ചെയ്യാൻ അവസരമൊരുക്കും. ആവശ്യക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരിച്ചു നൽകും. അല്ലാത്തവർക്ക് മറ്റൊരു ദിവസത്തേക്ക് യാത്ര ചെയ്യാൻ അധിക തുക ഈടാക്കാതെ റീബുക്ക് ചെയ്യാവുന്നതാണ്. 2 വർഷത്തിനകം 637 പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുമെന്ന് ദുബായ് RTA. 40 ഇലക്ട്രിക് ബസ്സുകളും ഇതിലുൾപ്പെടും. ഇത് സംബന്ധിച്ച് 110 കോടി ദിർഹത്തിന്റെ കരാറിലാണ് ദുബായ് RTA ഒപ്പുവെച്ചത്. അതേസമയം 2026-ലെ ഗ്ലോബൽ ട്രാൻസ്പോർട്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദുബായിയെ തെരഞ്ഞെടുത്തായി RTA ചെയർമാൻ മത്തർ അൽ തായർ അറിയിച്ചു. വടക്കൻ ഇറാനിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെ വൈകിട്ടോടെയാണ് അനുഭവപ്പെട്ടതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാദേശിക സമയം രാത്രി 9:19 സെംനാനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.